നമ്മൾ ഇനി നോക്കാൻ പോണത് റിഡോക്സ് റിയാക്ഷന്റെ ബാലൻസിങ് ആണ്. അപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്കെ, ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് മീഡിയത്തിൽ നമുക്ക് ചോദ്യം വരാം. ഒന്ന് അസിഡിക് മീഡിയത്തിലും മറ്റൊന്ന് ബേസിക് മീഡിയത്തിലും. അത് ക്വസ്റ്റിനിൽ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പൊതുവേ അസിഡിക് മീഡിയത്തിൽ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, മീഡിയം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, അത് അങ്ങനെ ഒരു റൂളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് മെജോറിറ്റിയും അസിഡിക് മീഡിയത്തിലാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബാലൻസ് ദി ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ഇൻ അസിഡിക് മീഡിയം. ഇങ്ങനെ ബാലൻസിങ് കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പ് വൈസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് എഴുതാനുള്ളതാണ്. ഓക്കെ, തന്നുള്ള റിയാക്ഷൻ എടുത്ത് എഴുതാം. അപ്പോൾ Fe2+, നിങ്ങൾ ഈ ബ്രാക്കറ്റിലുള്ളത് എടുത്ത് എഴുതണമെന്നില്ല, കൺഫ്യൂഷൻസ് വരാതെ അങ്ങനെ അത് എഴുതുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ആദ്യം തന്നെ ഒഴിവാക്കാം. ഓക്കെ, ദെൻ Fe3+ പ്ലസ് Cr3+. ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഈ ബ്രാക്കറ്റിൽ എഴുതിക്കുന്ന സ്റ്റേറ്റ് ഒക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ആദ്യം അത് എഴുതണ്ട. ഇതിൽ എവിടെയാണോ ഓക്സിഡേഷൻ നമ്പർ ഇല്ലാത്തത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം. ഇവിടെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ 2+ ആണ്. ഇവിടെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ 3+, Crന്റെ ഓക്സിഡേഷൻ നമ്പർ 3+ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇല്ല. നമ്മൾ ഓക്സിജന്റെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്രോമിയത്തിന് എന്തായാലും എഴുതണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ മുമ്പ് ചെയ്തുള്ള പോലെ നമ്മൾ ഇത് എടുത്ത് എഴുതാം. Cr2O7 2-. അപ്പൊ ഒരു കാര്യമുള്ളത്, ഇത് മൊത്തം ഓക്സിഡേഷൻ നമ്പർ ആണ് ഈ 2-, ചാർജ് ആണ് എന്നുള്ളത് 2- എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ കാണും, ഇവിടെ ക്രോമിയത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അപ്പൊ X×2 നമുക്ക് അൺനോൺ ആയത് അങ്ങനെയല്ലേ കൊടുക്കുക. നമ്മൾ ഇത് എക്സ് കണ്ടെത്തുള്ള എക്സ് കൊടുക്കും. ഓക്സിജൻ -2 ആണ്. ഇവിടെ എഴുതുന്ന ചാർജ് അല്ലാണ്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്സിജന്റെ ഓൾറെഡി നമുക്ക് അറിയാലോ -2 ആണ്. അതാണ് ഇത് ടോട്ടൽ ചാർജ് ആണ് ഈ 2-. അപ്പൊ X×2 എന്ന് വെച്ചാൽ 2x പ്ലസ് -2 × 7 എന്ന് വെച്ചാൽ -14 ഈക്വൽ ടു -2. ഇപ്പൊ 2x ഈക്വൽ ടു എന്ത് വരും, ഈ -14 അപ്പുറത്തെത്താൻ -2 + 14 ആവും. സോ 2x ഈക്വൽ ടു 12, x ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ക്രോമിയത്തിന് 6 ആണ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. അപ്പൊ എല്ലാത്തിനും ഓക്സിഡേഷൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ Fe2+ എന്നുള്ളത് Fe3+ ആയി മാറിയില്ലേ. ഇത് ഓക്സിഡേഷൻ ആണ്. ദെൻ ഇവിടെ Cr+6 ആയിട്ടുണ്ട്, +3 ആയിട്ടുണ്ട്. അത് റിഡക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്, ഇതിൽ ഓരോന്നിനും എത്ര ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കണ്ടെത്താം. ഇപ്പൊ ഇവിടെ അയേണ്ട ഓക്സിഡേഷൻ നമ്പർ 2+, 3+ ആവാണ് ചെയ്തത് അല്ലേ. എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ബൈ 1. ക്ലിയർ ആണോ? ഇൻക്രീസ് ബൈ 1 ആണ്. നെക്സ്റ്റ് ഇവിടെ എന്ത് റിഡക്ഷനിൽ +6 +3 ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാനുള്ളത്. അതായത് ഇവിടെ +6 +3 ആയി എന്ന് പറയുമ്പോൾ എത്രയാണ് ചേഞ്ച് ഉണ്ടായത്? ഡിക്രീസ് ബൈ 3 ആണ്. ഡിക്രീസ് ബൈ 3. പക്ഷെ ഒരു പ്രശ്നം ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ 2 ക്രോമിയ ഉണ്ട്. ഒരു ക്രോമിയാണ് +6 +3 ആയിട്ടുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ എത്ര ക്രോമിയ ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ അത് × 2 നമ്മൾ ചെയ്യണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ചേഞ്ച് കണ്ടെത്തലാണ്. അതായത് അയേൺ ഉണ്ടായ ചേഞ്ച് എത്രയാണ്? അത് +2 +3 ആയി. സോ 1 ആണ് ഉണ്ടായത്. ക്രോമിയത്തിന്റെ ചേഞ്ച് എത്രയാണ്? അത് +6 +3 ആയിട്ടുണ്ട്. സോ 3 ആണ്. പക്ഷെ അവിടെ എന്ത് വരുന്നുണ്ട്? 2 ക്രോമിയം വരുന്നത് കൊണ്ട് അവിടെ × 2 ചെയ്യണം. ഓക്കെ, സോ 6 ആണ് അവിടെ ഉണ്ടായ ചേഞ്ച് കേട്ടോ. ഇഫക്റ്റ്ലി 6 ആണ്. അപ്പൊ അത് നോക്കണേ. അത് നമ്മൾക്ക് എന്താണ്, നമ്മൾ +6 +3 മാത്രം എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഇവിടെ എത്ര ക്രോമിയം ഉണ്ടെന്നും കൂടെ നോക്കണം. അത് മൊത്തം ഉള്ളത് 2 ആണ്. അപ്പൊ × 2 ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, ഇത് എന്ത് ചെയ്യണം, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ. അതായത് ഈ നമ്പർ 6 കൊണ്ട് അയേണിനെയും അതുപോലെ ഈ 1 കൊണ്ട് ക്രോമിയത്തെയും മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് അത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 6 Fe2+. എന്തുകൊണ്ട് 6 വരാൻ കാരണം, ക്രോമിയത്തിനുണ്ടായ ചേഞ്ച് കൊണ്ട് അയേണിനെയും അയണുണ്ടായ ചേഞ്ച് കൊണ്ട് ക്രോമിയത്തിനെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അയൺ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഇത് 2+ൻ്റെ ചെറുതാക്കി എഴുതിയാൽ മതി കേട്ടോ. ഞാൻ അത് എഴുതിപ്പോയതാണ്. ദെൻ Cr2O7 2-. അത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. 1 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. പിന്നെ ഇവിടെ ഈ +6 എഴുതേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി തന്നിട്ടുള്ള പോലെ ക്വസ്റ്റിൽ എങ്ങനെയാണുള്ളത് അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഗിവ്സ് Fe3+ Cr3+. ഓക്കെ, അത് ചെയ്തു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണത് ബാലൻസ് എലമെന്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ബാലൻസ് എലമെന്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരെ ബാലൻസ് ചെയ്യാം.
ഓക്കെ, ഓക്സിജൻ. അപ്പൊ ഇനി എങ്ങനെ അതർ ദാൻ കേട്ടോ, ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരെ ബാലൻസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ എടുത്ത് എഴുതാം. 6Fe2 പ്ലസ് Cr2O7 2- ഗിവ്സ്. നമ്മൾ നോക്കിയേ, ഇവിടെ എത്ര അയൺ ഉണ്ട്? 6 അയൺ ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എത്രയുള്ളൂ? ഒരെണ്ണല്ലേ ഉള്ളൂ. സോ നമ്മൾ അത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6Fe3 പ്ലസ് ആക്കി. പ്ലസ് ഇവിടെ എത്ര ക്രോമിയ ഉണ്ട്? 2 ക്രോമിയ ഇല്ലേ, Cr2 എന്നല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2Cr3 പ്ലസ് ആക്കി. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ളവരെ ബാലൻസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും തന്നുള്ള റിയാക്ഷൻസ് നോക്കിയിട്ടാണ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അത് സ്റ്റെപ്പ് എഴുതാം. ബാലൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതിന് വേണ്ടി നമ്മൾ ചെയ്യാന്നറിയോ, നമ്മൾ രണ്ട് സൈഡ് എടുക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എടുക്കാം. എന്നിട്ട് അവിടെ രണ്ട് സൈഡിൽ നമ്പർ ഓഫ് ഓക്സിജൻ കൗണ്ട് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ഓക്സിജൻ കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ ഓക്സിജൻ ഇല്ല, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട് അല്ലേ. റൈറ്റ് സൈഡിലോ ഓക്സിജൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എവിടെയാണോ ഓക്സിജൻ കുറവുള്ളത് അവിടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിലല്ലേ കുറവ്, എത്ര ഓക്സിജൻ കുറവുണ്ട്? 7 ഓക്സിജന്റെ കുറവുണ്ട്. സോ അവിടെ നമ്മൾ 7 വാട്ടർ ആഡ് ചെയ്യുന്നു. ഇനി എവിടെയാണോ ഓക്സിജൻ ആഡ് ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡബിൾ H+ ആഡ് ചെയ്യാം. ഇവിടെ 7H2 ആണ് ആഡെങ്കിൽ അതിന് ഡബിൾ ആയിട്ടുള്ള എത്രയാണ്? 14H+ ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്? 14H+ഉം റൈറ്റ് സൈഡിൽ 7 വാട്ടർ ആഡ് ചെയ്തു. അതെങ്ങനെയാ ചെയ്തത്? ഓക്സിജന്റെ കൗണ്ട് നോക്കി, എന്നിട്ട് എവിടെയാണ് കുറവ് അവിടെ എന്ത് ചെയ്തു? നമ്മൾ എത്ര കുറവുണ്ട് അത്രയും വാട്ടർ ആഡ് ചെയ്തു, ഓപ്പോസിറ്റ് ഡബിൾ H+ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ എങ്ങനെ വരും? ഈ റിയാക്ഷനോടൊപ്പം 14H+ ആഡ് ചെയ്യണം അല്ലെ, ലെഫ്റ്റ് സൈഡിൽ. സോ 6Fe2 പ്ലസ് Cr2O7 2- ഒപ്പം 14H+ ആഡ് ആവും. ഗിവ്സ് എന്ത് വരും? 6Fe3 പ്ലസ് 2Cr3 അതിനോടൊപ്പം 7 വാട്ടറും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ അസിഡിക് മീഡിയത്തിലെ കാര്യം. അപ്പൊ അസിഡിക് മീഡിയം ആയതുകൊണ്ടാണ് H+ ഒക്കെ നമ്മൾ ആഡ് ചെയ്തത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഓക്സിഡേഷൻ റിഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക, അതിലുണ്ടായ ചേഞ്ച് കണ്ടെത്താം. അപ്പൊ ഇവിടെ എത്ര ഉണ്ട് നോക്കണം കേട്ടോ. അപ്പൊ ഒരു ക്രോമിയത്തിന്റെ ചേഞ്ച് ആദ്യം കാണാം. ഇവിടെ എത്ര ക്രോമിയം ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 6 ആണ്. ഇത് ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ, ക്രോമിയത്തിനുണ്ടായ ചേഞ്ചിനെ അയൺ കൊണ്ടും അതുകൊണ്ട് അയണിനെയും അതുപോലെ അയണുണ്ടായ ചേഞ്ച് കൊണ്ട് ക്രോമിയത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ 6 കൊണ്ട് അയണെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഒരു കോമ്പൗണ്ടിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജനെ ബാലൻസ് ചെയ്യലാണ്, ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരെ ബാലൻസ് ചെയ്യലാണ്. സോ ഇവിടെ 6 അയൺ ഉണ്ടായി, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, സോ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 Cr ഉണ്ടായി, ഇവിടെ ഒരു Cr ഉള്ളൂ, സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈഡ്രജൻ ഓക്സിജനെ ബാലൻസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിലെയും ഓക്സിജൻ എണ്ണം നമ്മൾ കൗണ്ട് ചെയ്യാം. ഓക്കെ, എവിടെയാണ് ഓക്സിജൻ കുറവ് അവിടെ വാട്ടർ ആഡ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ H+ ആഡ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് ഇതേപോലത്തെ ഒരു ബാലൻസിങ് ചെയ്ത് നോക്കാം, ബേസിക് മീഡിയത്തിലുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്? തന്നുള്ള റിയാക്ഷൻ എടുത്ത് എഴുതലാണ് അല്ലെ. സ്റ്റെപ്പ് 1 നമ്മൾ എടുത്ത് എഴുതാണ്. അപ്പോൾ MnO4- മൊത്തം ചാർജാണ് മൈനസ്, പ്ലസ് Br- gives MnO2 പ്ലസ് BrO3-. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിലത്തെ എല്ലാത്തിന്റെ ഓക്സിജൻ നമ്പർ കണ്ടെത്തണം അല്ലെ. ഇവിടെ ഒന്നിന്റെ ഓക്സിജൻ നമ്പർ അല്ലേ, ഈ Br മാത്രമാണ് ഒരു -1, വെറുതെ മൈനസ് ഇട്ടടുത്ത് -1 ആണെന്നാണ്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് എടുത്ത് എഴുതാം അല്ലെ. MnO4- എടുത്ത് എഴുതുന്നു, MnX കൊടുക്കും, ഓക്സിജൻ ഇത് -2 ആണ്. സോ -2 × 4 ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് -1 ആണ്. സോ ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഇത് -8 വരും, അപ്പുറത്ത് എടുക്കുമ്പോൾ +8 ആവും. സോ X = 7 വരും. അപ്പൊ ഇവിടെ Mൻ്റെത് +7 ആണ്. ഓക്സിജൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ Br പിന്നെ -1 ആണ്. ഇതുപോലെ ഇവിടെ MnO2, ഇവിടെ ഓക്സിജൻ -2 കൊടുക്കാം, സോ ഇത് മൊത്തം -4 ആകും. സോ ബാലൻസ് ഇപ്പുറത്ത് +4 വരും. ഇതുപോലെ വല്ല ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി എഴുതാൻ അത് നിങ്ങൾ ചിലപ്പോൾ സംശയമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ X കൊടുത്ത് കണ്ടെത്താണ് നല്ലത് കേട്ടോ. ചാർജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ -2 × 2 എന്ന് വെച്ചാൽ -4 ആണ്. സോ ബാലൻസ് ഇപ്പുറത്തെ വരിക +4. ഇനി അല്ലെങ്കിൽ നിങ്ങൾ X കൊടുത്ത് തന്നെ കണ്ടെത്താം കേട്ടോ. അതുപോലെ BrO3- ആകുമ്പോൾ എന്ത് വരിക? ഇവിടെ Brx അല്ലെ, ഓക്സിജൻ -2. സോ X പ്ലസ് -2 × 3 ഈസ് ഈക്വൽ ടു -1 ആണ്. സോ X = -1 പ്ലസ് ഇത് -6 അപ്പുറത്ത് വരുമ്പോൾ +6 ആയി. സോ X = 5. സോ ഇത് +5 ആണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുക? ഓരോന്നിന്റെ ചേഞ്ച് കണ്ടെത്തണം അല്ലെ, സ്റ്റെപ്പ് 2.
അപ്പൊ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എഴുതാം, അതിനകത്ത് ആരാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ചെയ്തത്. ഇത് +7 ൽ നിന്ന് എന്തായി മാറി +3 ആയിട്ടുണ്ട്. സോ ഡിക്രീസ് ആണ് ഉണ്ടായത്, സോ റിഡക്ഷൻ ആണ് അല്ലെ, റിഡക്ഷൻ ആണ്, ഡിക്രീസ് ബൈ 3. ഇനിയോ ഇത് -1 ൽ നിന്ന് +5 ആയി, ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻക്രീസ് ആണ് ഉണ്ടാവുക. സോ ഇൻക്രീസ് ബൈ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, -1 ൽ നിന്ന് +5 ആവുക ചെയ്തത് അല്ലേ. സോ അത് 6 ആണ്, -1 ൽ നിന്ന് +5 ആയിട്ടുണ്ട്. സോ 6 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇനി മാംഗനീസിന് അല്ലെ ഉണ്ടായ ചേഞ്ചും ബ്രോമിന് ഉണ്ടായ ചേഞ്ച് നോക്കാം. മാംഗനീസ് ഉണ്ടായ ചേഞ്ച് 3 ആണ്, ബ്രോമിന് ഉണ്ടായ ചേഞ്ച് എത്രയാണ്, 6 ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് ഡയറക്ട്ലി ക്രോസ് ചെയ്യാം, ഇത് 6 കൊണ്ടും ഇത് 3 കൊണ്ടും ക്രോസ് ചെയ്യാം. പക്ഷേ ഇത് വേണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇത് അറിയാതെ എങ്ങനെ ചെയ്തു പോയാലും കുഴപ്പമില്ല, ലാസ്റ്റ് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 1:2 എന്ന് എഴുതി കൂടെ അല്ലേ. അപ്പൊ റേഷ്യോ പരമാവധി റേഷ്യോ എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ MN നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ, ബ്രോമിനെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ കേട്ടോ. 3 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് കോമൺ ആയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ തുടക്കത്തിൽ നമുക്ക് ചെയ്യാലോ. അപ്പൊ എന്ത് വരും ഇവിടെ നമുക്ക് എന്താ വേണ്ടേ, MN ഇതിനെ എല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രോമിനെ എല്ലാം 1 കൊണ്ട്. നമുക്ക് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും, 2MnO4 മൈനസ് പ്ലസ് BRനെ 1 കൊണ്ടല്ലേ, അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. BR മൈനസ് ഗീവ്സ് MnO2 പ്ലസ് BrO3 മൈനസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും കമ്പൈൻ ചെയ്ത് ചെയ്യാം കേട്ടോ. ഞാനത് സെപ്പറേറ്റ് തീർന്നേ ഉള്ളൂ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബാലൻസ് എലമെന്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഒഴിക്കുള്ളവരെ ബാലൻസ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ലെഫ്റ്റ് സൈഡ് എത്ര MN ഉണ്ട് നോക്കിയേ, 2 MN ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 2 ഇവിടെ മുമ്പിൽ 2 ഇട്ട് കൊടുക്കണം, കാരണം MN 2 ആക്കണമല്ലോ. ഓക്സിജനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, BR പിന്നെ ഇവിടെ ഓൾറെഡി 1 ഉള്ളൂ, അത് ഇവിടെയും BR അപ്പോൾ ഒരെണ്ണം തന്നെയുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആരെ ബാലൻസ് ചെയ്യുക, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജനെ ബാലൻസ് ചെയ്യുക. ആ സ്റ്റെപ്പാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതുവരെയൊക്കെ നമുക്ക് മീഡിയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇനി ബാലൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, അത് നമുക്ക് ഇതിവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് മീഡിയം എന്നുള്ളത്. ഇനി അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ അത് ബേസിക് മീഡിയം ആണ്. സോ ബേസിക് മീഡിയം നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് ഓക്സിജൻ കൗണ്ട് ചെയ്യാം. നമ്പർ ഓഫ് ഓക്സിജൻ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൗണ്ട് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ എണ്ണം നോക്കുക. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 4 × 2 8 എണ്ണം അല്ലേ, 8 എണ്ണം. റൈറ്റ് സൈഡിലോ ഇത് 2 × 2 4 പ്ലസ് ഇവിടെ ഒരു 3 ഉണ്ട്, അപ്പം 3, അപ്പം മൊത്തം 7 എണ്ണം ഉണ്ട്. അപ്പം എവിടെയാണ് കുറവ്, ഇവിടെ തന്നെയാണ് കുറവ് അല്ലേ, ഒരു വാട്ടറിന്റെ കുറവാണ്, ഒരു ഓക്സിജന്റെ കുറവാണ്. സോ ഒരു വാട്ടർ ആഡ് ചെയ്യാം, ഇവിടെ ഒരു H2 ആഡ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് H+ ആഡ് ചെയ്യാം, സോ 2H+ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് അസിഡിക് മീഡിയത്തിൽ. ഓക്കെ, പക്ഷേ ബേസിക് മീഡിയം, നമ്മളിവിടുത്തെ ബേസിക് മീഡിയം ആണ്, ഞാൻ ആസിഡിക് മീഡിയത്തിന്റെ കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഇനി ബേസിക് മീഡിയം, നമ്മളിവിടെ ബേസിക് മീഡിയം ചെയ്യാൻ പോണേ. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് ബേസിക് മീഡിയം നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ് ഓക്സിജൻ കൂടുതലെന്ന് നോക്കാം. ഇവിടെ കൂടുതൽ, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ കൂടുതൽ, ഇവിടെയല്ലേ കൂടുതൽ. എത്ര കൂടുതലുണ്ട്, ഒരെണ്ണല്ലേ കൂടുതൽ. സോ അവിടെ വാട്ടർ ആഡ് ചെയ്യാം, എത്ര കൂടുതലുണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യും. ഓപ്പോസിറ്റ് OH- ആഡ് ചെയ്യാം. അപ്പൊ നേരത്തെ ചെയ്ത നേരെ ഓപ്പോസിറ്റ്, നേരത്തെ നമ്മൾ ഓക്സിജൻ കുറവുള്ളിടത്താണ് വാട്ടർ ആഡ് ചെയ്തത്, ഓപ്പോസിറ്റ് H+ ആഡ് ചെയ്തു. ഇവിടെ നേരെ തിരിച്ച് എവിടെയാണ് ഓക്സിജൻ കൂടുതൽ അവിടെ വാട്ടർ ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് OH- ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും, ഇവിടെ 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് പ്ലസ് H2O അല്ലെ. ലെഫ്റ്റ് സൈഡിലാണ് ഒരു വാട്ടർ ആഡ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിൽ OH- ആഡ് ചെയ്യുന്നത്. 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് ആര് വരും, 2OH- വരും. ഓക്കെ, ക്ലിയർ അല്ലേ. ഇതാണ് അതിന്റെ പ്രത്യേകത. ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്സിജൻ കൂടുതലുള്ളിടത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും, ഓപ്പോസിറ്റ് OH- ആഡ് ചെയ്യും.